ലളിത ജീവിതവും മനുഷ്യസ്നേഹത്തിൻ്റെ പര്യായവുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. നിലപാടുകളിൽ ഉറച്ചുനിന്ന് കരുണയുടെ പ്രതീകമായി അദ്ദേഹം ജീവിച്ചു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ വിട പറയുമ്പോൾ മനുഷ്യന് വേണ്ടി നിലകൊണ്ട ഹൃദയമാണ് നിശ്ചലമാകുന്നത്. ബെനഡിക്ട് 14 മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2013 മാർച്ച് 13 പോപ്പ് ഫ്രാൻസിസ് കാത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ പദവിയിലെത്തുന്നത്. കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായിരുന്നു കാലം ചെയ്ത ഫ്രാൻസിസ്. അർജന്റീനയിലെ ബ്രൂണസ് ആയേഴ്സിലാണ് മാർപ്പാപ്പയുടെ ജനനം. 1969 ഡിസംബർ 13 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത്. ജെസ്യൂട്ട് സഭയിലായിരുന്നു വൈദിക വിദ്യാഭ്യാസം. ഈ സഭയിൽ നിന്ന് മാർപ്പാപ്പയാകുന്ന ആദ്യ പുരോഹിതൻ കൂടിയാണ് അദ്ദേഹം. 1992 ജൂൺ 27 മെത്രാപ്പോലിത്തയായി. 2001 ഫെബ്രുവരി 21 കർദിനാളായും അവരോധിക്കപ്പെട്ടു. പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ഫാർമസിസ്റ്റായും ഭക്ഷ്യപരിശോധനാ ലാബിലെ ടെക്നീഷ്യനായും പ്രവർത്തിച്ചു. മാരിയോ ബർഗോളിയോ എന്നായിരുന്നു അദ്ദേഹത്തിന് മാതാപിതാക്കൾ നൽകിയ പൂർവ്വനാമം. 2021 ഇറാഖ് സന്ദർശന വേളയിൽ അദ്ദേഹത്തിനെതിരെ 2 തവണ വധശ്രമമുണ്ടായി. ഇക്കാര്യം ഹോപ്പ് എന്ന സ്വന്തം ആത്മകഥയിൽ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരി 14 ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മഹത്വമൊന്നും പറയാനില്ലെന്നും താരതമ്യേന പാപം കുറഞ്ഞവരെ തെരഞ്ഞെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ നിലപാടുകളിലെ വ്യത്യസ്തത ഫ്രാൻസിസ് മാർപ്പാപ്പയെ ശ്രദ്ധേയനാക്കുകയും ഒരു പരിധിവരെ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഗർഭഛിദ്രം പാപമായി കരുതിയിരുന്ന അദ്ദേഹം ഈ പാപത്തിന് മാപ്പ് നൽകാൻ പുരോഹിതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാന വിഷയങ്ങളിൽ തുടർച്ചയായി പ്രസംഗിച്ച പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്ന മാർപ്പാപ്പ മനുഷ്യസ്നേഹികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ശ്രേഷ്ഠ പുരോഹിതൻ കൂടിയാണ്. മാർപ്പാപ്പ വിടവാങ്ങുമ്പോൾ ബാക്കിയാവുന്നത് പതറാതെ പറഞ്ഞ നിലപാടുകളുടെ ഗാംഭീര്യം തന്നെ. മനുഷ്യൻ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ സംഗീതം പോലെ ഹൃദയങ്ങൾ ഏറ്റുപാടും. ന്യൂസ് ഡെസ്ക് ജനം.